ഹായ് ഓൾ, വെൽക്കം ടു എജുബി. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഗ്രാമീൺ ബാങ്ക് എക്സാമിൻ്റെ പാറ്റേണെ പറ്റിയും നമ്മൾ അതിൻ്റെ സാലറി എല്ലാം ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൽ ഒരുപാട് പേർക്ക് സംശയമുണ്ട്, ഏജ് എങ്ങനെയാണ്, അതിൻ്റെ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ്, അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നോ, അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ആയോ എന്നൊക്കെ ഒരുപാട് പേര് സംശയം ചോദിച്ചു. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എക്സാമിനെ പറ്റിയും ഏജിനെ പറ്റിയും ഓരോ പോസ്റ്റിനും ആവശ്യമുള്ള ഏജിനെ പറ്റിയും അതിൻ്റെ ക്വാളിഫിക്കേഷനും അതെല്ലാമാണ് എക്സാം പാറ്റേൺ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ആദ്യം തന്നെ ബേസിക് ആയിട്ടുള്ള ഏജ്, അതിൻ്റെ ഏജും ബേസിക് ക്വാളിഫിക്കേഷനും എന്താണെന്ന് നമുക്ക് നോക്കാം. ഓഫീസ് അസിസ്റ്റന്റ് വരുമ്പോൾ പോസ്റ്റ് പറയുന്നത് ക്ലർക്കാണ്. ക്ലർക്കിൻ്റെ പോസ്റ്റ് എന്ന് പറയുമ്പോൾ 18-28 ഏജ്, ഗ്രാജുവേഷനാണ് ബേസിക് ക്വാളിഫിക്കേഷൻ. ഓഫീസർ സ്കെയിൽ 1 എന്ന് പറയുമ്പോൾ അസിസ്റ്റന്റ് മാനേജറാണ്. അസിസ്റ്റന്റ് മാനേജറിന്റെ ഏജ് എന്ന് പറയുമ്പോൾ 18-30 ഗ്രാജുവേഷനാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. ഓഫീസർ സ്കെയിൽ 2 എന്ന് പറയുമ്പോൾ എന്താണ്, മാനേജർ പോസ്റ്റ് ആണ്. മാനേജർ പോസ്റ്റിന്റെ ഏജ് 21-32 ഗ്രാജുവേഷനാണ് ബേസിക് ക്വാളിഫിക്കേഷൻ. പ്ലസ് ഒരു 2 ഇയർ എക്സ്പീരിയൻസും കൂടി അവർ ആവശ്യപ്പെടുന്നുണ്ട്. അതായത് ഏതെങ്കിലും 2 വർഷം ഏതെങ്കിലും ഒരു ബാങ്കിലോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോ ഓഫീസറായിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസും കൂടി എന്ത് ചെയ്യുന്നു, ഓഫീസർ സ്കെയിൽ 2 അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഇനി ഓഫീസർ സ്കെയിൽ 3 വരുമ്പോൾ ഇത് സീനിയർ മാനേജർ പോസ്റ്റ് ആണ്. എന്താണ് സീനിയർ മാനേജർ പോസ്റ്റ്? അതെന്ന് പറയുമ്പോൾ ഏജ് വരുന്നത് 21-40 ഗ്രാജുവേഷനും ഒരു 5 ഇയർ എക്സ്പീരിയൻസ് അവർ ആവശ്യപ്പെടുന്നുണ്ട്. 5 വർഷം ഏതെങ്കിലും ബാങ്കിലോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോ വർക്ക് ചെയ്ത എക്സ്പീരിയൻസും അവർ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഏജും ക്വാളിഫിക്കേഷനും. ഇനി ഏജിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ SC/STക്ക് 5 വർഷത്തെ റിസർവേഷൻ ഉണ്ട്. OBCക്ക് 3 വർഷത്തെ റിസർവേഷനും വരും. ഓക്കെ, SC/STക്ക് 5 വർഷവും OBCക്ക് 3 വർഷത്തെ റിസർവേഷനും പറയുന്നുണ്ട്. ഇനി എക്സാം പാറ്റേണെ പറ്റി നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പം അസിസ്റ്റന്റ് വരുമ്പോൾ ക്ലർക്കിന്റെ പോസ്റ്റ് വരുമ്പോഴത്തേക്കും പ്രിലിംസും മെയിൻസും മാത്രമാണ് ഉള്ളത്. ഓഫീസർ സ്കെയിൽ 1 അതായത് PO പോസ്റ്റ് വരുമ്പോഴത്തേക്കും പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂ ഉണ്ട്. സ്കെയിൽ 2 and 3 വരുമ്പോൾ അതിൽ ഒറ്റ എക്സാമും ഇന്റർവ്യൂ ആണ് വരുന്നത്. അപ്പോൾ ഓഫീസർ സ്കെയിൽ 1ഉം ക്ലർക്കും പ്രിലിംസ് എന്ന് പറയുന്നത് സെയിം പാറ്റേൺ ആണ്. ഓക്കെ, റീസണിംഗ് എന്ന് പറയുന്നത് 40 ക്വസ്റ്റ്യൻ ആണ്. 40 മാർക്കും 25 മിനിറ്റുമാണ് ഡ്യൂറേഷൻ. ന്യൂമറിക്കൽ എബിലിറ്റി മാത്സ് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക് 20 മിനിറ്റുമാണ് ടൈം. അങ്ങനെ ടോട്ടൽ 80 ക്വസ്റ്റ്യൻ 80 മാർക്കിനാണ് 45 മിനിറ്റ് ആണ് അതിൽ എന്ത് ചെയ്യുന്നത്, ടൈം അലോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 80 ക്വസ്റ്റ്യൻ 80 മാർക്കിനാണ് 45 മിനിറ്റ് ആണ്. അപ്പോൾ ഒഫീഷ്യലി IBPSന് കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത നോട്ടിഫിക്കേഷൻ കയറി നോക്കിയാലും ഇതിൽ കോമ്പോസിറ്റ് ടൈം 2 hour ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷമാണ് അവരെന്ത് ചെയ്തത്, ഈ ടൈമിൽ ഒരു ചെറിയ ചേഞ്ച് കൊണ്ടുവന്നിട്ട് സെക്ഷണൽ ടൈമിംഗ് ആക്കിയത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻസിൻ്റെ എക്സാം പാറ്റേണെ പറ്റി ജസ്റ്റ് ഒന്ന് നോക്കാം. മെയിൻസ് വരുമ്പോൾ അതിനും ഓഫീസർ സ്കെയിൽ 1നും ക്ലർക്കിനും സെയിം ആണ് വരുന്നത്. ഓഫീസർ സ്കെയിൽ 1നും ക്ലർക്കിനും സെയിം ആണ് വരുന്നത്. റീസണിങ് 40 ക്വസ്റ്റ്യൻ 50 മാർക്കാണ് 30 മിനിറ്റ് ആണ് ടൈം. ജനറൽ അവയർനെസ് പേപ്പർ 40 ക്വസ്റ്റ്യൻ 40 മാർക്കാണ് 15 മിനിറ്റ് ആണ് ടൈം വരുന്നത്. ന്യൂമറിക്കൽ എബിലിറ്റി 40 ക്വസ്റ്റ്യൻ 50 മാർക്കാണ് 30 മിനിറ്റ് ടൈമും. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഓർ ഹിന്ദി ലാംഗ്വേജ് ഓപ്ഷണൽ ആണ്, നമുക്ക് ചൂസ് ചെയ്യാം. അത് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക് 30 മിനിറ്റ് ആണ്. കമ്പ്യൂട്ടർ ഒരു സെക്ഷനായിട്ട് വരുന്നുണ്ട്. 40 ക്വസ്റ്റ്യൻ 20 മാർക്കാണ് 15 മിനിറ്റ് ആണ് ടൈം വരുന്നത്. അങ്ങനെ ടോട്ടൽ 200 ക്വസ്റ്റ്യൻ 2 hour ആണ്, 2 മണിക്കൂറാണ് വരുന്നത്. 200 മാർക്കിനാണ് വരുന്നത്. ഇതിന് നെഗറ്റീവ് ഉണ്ട്. 0.25 വെച്ചാണ് ഒരു മാർക്കിന് ഒരു ക്വസ്റ്റ്യന് നെഗറ്റീവ് പോകുന്നത്. അതായത് 4 എണ്ണം തെറ്റുമ്പോൾ 1 മാർക്ക് കുറയും. അങ്ങനെയാണ് നെഗറ്റീവ് വരുന്നത്. അടുത്ത് ഇനി ഇപ്പോൾ ക്ലർക്കാണെന്നുണ്ടെങ്കിൽ ഈ മെയിൻസിൻ്റെ എക്സാം കൂടി കഴിഞ്ഞിട്ട് കട്ട് ഓഫ് ഇട്ട് കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്തു എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, പോസ്റ്റിംഗ് ആണ്. PO ആണെന്നുണ്ടെങ്കിൽ ഇനി ഇന്റർവ്യൂവും കൂടെ ഉണ്ട്. ഇനി ഓഫീസർ സ്കെയിൽ 1 സ്കെയിൽ 2ന് ഒറ്റ എക്സാം ആണ്. അതിൻ്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ എക്സാം പാറ്റേൺ എന്ന് പറയുമ്പോൾ സ്കെയിൽ 2നും സ്കെയിൽ 3ക്കുമാണ്. റീസണിങ് 40 ക്വസ്റ്റ്യൻ 50 മാർക്കാണ്, ഡ്യൂറേഷൻ 30 മിനിറ്റ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 40 ക്വസ്റ്റ്യൻ ആണ് 50 മാർക്കിനാണ് 30 മിനിറ്റ് ആണ്. ഫിനാൻഷ്യൽ അവയർനെസ്സിൻ്റെ ഒരു പേപ്പർ വരുന്നുണ്ട്. അത് 40 ക്വസ്റ്റ്യൻ ആണ് 40 മാർക്ക് 15 മിനിറ്റ് ആണ്. ഇംഗ്ലീഷ് ഓർ ഹിന്ദി ലാംഗ്വേജ് 40 ക്വസ്റ്റ്യൻ ആണ് 40 മാർക്കിന് 30 മിനിറ്റ് ആണ് ടൈം.
കമ്പ്യൂട്ടർ നോളജ് വരുന്നുണ്ട് 40 ക്വസ്റ്റ്യൻ ആണ്, 20 മാർക്കിനാണ്, 15 മിനിറ്റ് ആണ് ടൈം. ടോട്ടൽ 200 ക്വസ്റ്റ്യൻ 200 മാർക്കിനാണ് വരുന്നത്, 2 അവർ ആണ്. ഇതിനും 0.25 വെച്ചിട്ട് തന്നെയാണ് നെഗറ്റീവ് പോകുന്നത്. 4 എണ്ണം തെറ്റുമ്പോൾ 1 മാർക്ക് നെഗറ്റീവ് പോകും. ഓക്കെ, അപ്പോൾ ഇതാണ്, ഇത് രണ്ടുമാണ് എക്സാമിൻ്റെ പാറ്റേൺ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഒരു ബാങ്ക് ചൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മളൊരു ഗ്രാജുവേഷൻ കഴിഞ്ഞിറങ്ങുന്ന ടൈമിൽ നമ്മളെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് വരും. കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാം, പിന്നെ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സ്വന്തമായി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ പറ്റും അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിൽ അതിൽ തന്നെ ഒരുപാടുണ്ട് അല്ലേ. SSC ഉണ്ട്, PSC ഉണ്ട്, ബാങ്ക് ഉണ്ട്, അങ്ങനെ UPSC ഉണ്ട്, പലതരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാം ഉണ്ട്. എന്തുകൊണ്ട് ബാങ്ക് എന്നുള്ളതിനുള്ള ഉത്തരവാണ് ഇത്. അതായത് ബാങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തന്നെ, ബാങ്ക് എന്ന് പറയുമ്പോൾ തന്നെ, ഒരു ബാങ്ക് എംപ്ലോയി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതിന് ഹൈ സാലറി ആണ്. ഇപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസ് വെച്ച് നോക്കുമ്പോൾ ഹൈ സാലറീഡ് ആയിട്ടുള്ള ഒരു ജോബാണ് ബാങ്ക് ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു PO ആയിട്ട് കയറുന്ന ഒരാൾക്ക് 75,000 രൂപ, അത് RRBയിൽ IBPS വരുമ്പോഴത്തേക്കും 80,000-ന് മേളിൽ വരും. ക്ലർക്കായിട്ട് കയറുന്ന ഒരാൾക്ക് 40,000 രൂപയും കിട്ടുകയാണ്. അതായത് നമുക്ക് യാതൊരുവിധ എക്സ്പീരിയൻസും ഇല്ല, നമ്മൾ ജസ്റ്റ് ഒരു എക്സാം എഴുതുന്നു, ക്ലിയർ ചെയ്യുന്നു. നമ്മൾ ഫ്രഷറായിട്ടുള്ളവർ ഒരാൾക്ക് POക്ക് 75,000 ക്ലർക്കിന് 40,000 കിട്ടുന്ന ഒരു ജോബാണ് ബാങ്ക് ജോബ് എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ. ദെൻ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ വാല്യൂ ഇൻ സൊസൈറ്റി. നമ്മളോട് ഒരാൾ ചോദിക്കുവാണ് എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഞാനൊരു ഗ്രാമീൺ ബാങ്കിലെ ഒരു ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു വാല്യൂ കിട്ടുകയാണ് സൊസൈറ്റിയിൽ അല്ലേ. നമ്മൾ ചുറ്റുപാട് ഉള്ളവർ ഒരു വാല്യൂ തരുന്നുണ്ട്, സൊസൈറ്റിയിൽ മൊത്തത്തിൽ നമുക്കൊരു വാല്യൂ ഉണ്ടാവുകയാണ് ബാങ്ക് എംപ്ലോയി എന്ന് പറയുമ്പോൾ തന്നെ. പിന്നെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ്, ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ഉണ്ടാകും. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. സപ്പോസ് ഞാൻ ഒരു ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ട് ഒരു ഹോം ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കതിൻ്റെ ഇൻട്രസ്റ്റ് എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റിനാണ് കിട്ടുന്നത്. പക്ഷേ പുറത്തുനിന്ന് ഒരാൾ വന്ന് ഹോം ലോൺ എടുക്കുന്ന ടൈമിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനായിരിക്കും അവർക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യണേ. അപ്പോൾ എനിക്ക് അങ്ങനെ എത്ര രൂപ ലാഭം കിട്ടും? എനിക്ക് ഒരുപാട് രൂപ അതുവഴി എന്ത് ചെയ്യാൻ പറ്റും? ലാഭിക്കാൻ പറ്റും. സോ എനിക്ക് ഒരു വീട് വയ്ക്കുക, ഒരു വെഹിക്കിൾ ലോൺ എടുക്കുക, അങ്ങനെ ഇതിലെല്ലാത്തിലും എന്ത് ചെയ്യും? എനിക്ക് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ലാസ്റ്റ് എന്ന് പറയുന്നത് ഫാസ്റ്റർ കരിയർ ഗ്രോത്ത്. നമ്മൾ ഏതൊരു ജോലിക്കും പോകുമ്പോൾ ആദ്യം തന്നെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് സാലറി നോക്കും, പിന്നെ കരിയർ ഗ്രോത്ത് ഉണ്ടോ എന്ന് നോക്കും അല്ലേ. നമ്മൾ ഈ ഒരു ജോലിക്ക് കയറി കഴിഞ്ഞിട്ട്, ഈ ഒരു പോസ്റ്റിൽ കയറി കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ നമ്മൾ പോസ്റ്റ് എന്താണ് എന്നും കൂടി നമ്മൾ എന്ത് ചെയ്യും? നോക്കും അല്ലേ. ഒരു ബാങ്ക് എംപ്ലോയി ആയിട്ട് കയറുന്ന ഒരാൾക്ക് ഇറങ്ങുന്ന ടൈമിൽ ഹൈ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ തന്നെ ഇറങ്ങാൻ പറ്റും. അപ്പം കരിയർ ഗ്രോത്ത്, ഫാസ്റ്റ് ആയിട്ടുള്ളൊരു കരിയർ ഗ്രോത്ത് തന്നെ ബാങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, ബാങ്കിൽ ജോലി ചെയ്യുന്നവർക്ക് കിട്ടും അല്ലേ. നമ്മുടെ ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്? ഈ എക്കോണമിയുടെ തന്നെ ഒരു ബേസ് ആണ്. സോ ബാങ്ക് എന്ന് പറയുന്നത് പെട്ടെന്നൊന്നും നശിച്ചു പോകത്തില്ല, ബാങ്ക് നശിച്ചു പോകത്തേ ഇല്ല, ബാങ്ക് എപ്പോഴും ഇവിടെ തന്നെ കാണും. സോ നമ്മളൊരു ബാങ്ക് എംപ്ലോയി എന്ന് പറയുമ്പോൾ നമ്മളെ ജോബ് എന്താണ്? നല്ല സെക്യൂർ ആവുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം ബാങ്ക് എംപ്ലോയി എന്ന് പറയുമ്പോൾ അതിന് തന്നെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്, ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ഉണ്ട്, വാല്യൂ കിട്ടും, നമുക്ക് നല്ല സാലറി ഉണ്ട്, കരിയർ ഗ്രോത്തും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഒരു ബാങ്കിൽ എംപ്ലോയി ഒരു വർക്ക് ചെയ്യുമ്പോൾ ഉള്ള നമ്മുടെ എന്താണ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഇറങ്ങുന്ന ടൈമിൽ ഒരുപാട് നെഗറ്റീവ്സ് വരാം അല്ലേ. നമ്മൾ തന്നെ നമ്മളെ കാര്യങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ച് വെക്കാം. ചുറ്റുപാടെന്ന് ഒരുപാട് പേര് നെഗറ്റീവ് പറയാം അല്ലേ. ചുറ്റുപാടെന്ന് ചോദിക്കും, ഇത് പറ്റുമോ, ഇത് പറ്റിയിട്ടാണോ ഇതിലേക്ക് ഇറങ്ങിയെന്നൊക്കെ ചോദിക്കാം അല്ലേ. പക്ഷേ നമുക്കറിയാം നമ്മുടെ കാലിബർ എന്താണെന്നുള്ളത്. നമ്മളൊരു ക്ലാസ് ടോപ്പർ തന്നെ ആവണമെന്നില്ല, നമ്മളൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഒരാൾക്കും ബാങ്ക് എക്സാം ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അതെന്താണെന്ന് അറിഞ്ഞു പഠിക്കുക, ബാങ്ക് എക്സാം എന്താണെന്ന് അറിയുക, അതിൻ്റെ സിലബസ് നല്ലോണം നോക്കി പോവുക. പിന്നെ അതിനുശേഷം എന്ത് ചെയ്യുക? നമ്മൾ വർക്ക് ചെയ്യുക, നമ്മൾ എഫേർട്ട് ഇട്ട് നമ്മൾ വർക്ക് ചെയ്യുക. പറയുന്നവർ പറയട്ടെ, നമ്മൾ ആ ഒരു പൊസിഷനിൽ എത്തുന്ന ടൈമിൽ എന്താണ്? ഇവരെല്ലാവരും നമ്മളെ റെസ്പെക്ട് ചെയ്യും അല്ലേ. ഇന്ന് നമ്മളെ നോക്കി പുച്ഛിക്കുന്നവര് നാളെ നമ്മൾ ലീവിന് വരുന്ന ടൈമിൽ നമ്മളോട് ആ മോനെ അല്ലെങ്കിൽ മോളെ എപ്പോഴാ ലീവിന് വന്നതെന്ന് ചോദിക്കും, അത്രയും സ്നേഹത്തോടെ ചോദിക്കും. അപ്പോൾ അല്ലേ നമ്മൾ ആ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ ഈ ചുറ്റുപാടുന്ന് കുറ്റം പറയുന്ന എല്ലാവരും എന്ത് ചെയ്യും? നമ്മളെ ബഹുമാനിക്കും അല്ലേ. നമ്മൾ ഈ ഒരു ബാങ്ക് എംപ്ലോയി ആയിട്ട് ഒരു പൊസിഷനിൽ എത്തുന്നു, നമ്മൾ ഫസ്റ്റ് അവിടെ ജോയിൻ ചെയ്യാൻ പോകുന്ന ടൈമിൽ നമ്മളെ പാരൻസിനെയും കൊണ്ടുപോകുന്നു.
നമ്മൾ ആ സീറ്റിൽ എത്തുന്ന ടൈമിൽ അവരത് കാണുന്നതെന്ന് പറയുന്ന അവരുടെ ലൈഫിൽ ഏറ്റവും പ്രൗഡായിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പം നമുക്ക് നമ്മുടെ പാരൻസിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് അവർ ഇത്രയും നാൾ നമ്മളെ പഠിപ്പിച്ചു. നമ്മളൊരു പൊസിഷനിലെത്തുക, ഒരു ജോബ് നേടുക, അതും അത്യാവശ്യം നല്ല റെപ്യൂട്ടേഷൻ ഉള്ള ഒരു ജോലി നേടിക്കഴിഞ്ഞാൽ നമുക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്, നമ്മുടെ പാരൻസിനും പ്രൗഡായിട്ടുള്ള ഒരു മൊമെൻ്റ് ആണ്. അപ്പോൾ ഇനി ഉടനെ തന്നെ ഗ്രാമീൺ ബാങ്കിൻ്റെ എക്സാംസ് വിളിക്കും. അവർ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യും, POയ്ക്കും ക്ലർക്കിനും. ആ ടൈമിൽ നമ്മൾ അവരുടെ നോട്ടിഫിക്കേഷനിൽ കയറിയിട്ട് എന്ത് ചെയ്യുക, ഒഫീഷ്യൽ സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഓരോന്നിനും സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണം, ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഉടനെ തന്നെ ഗ്രാമീൺ ബാങ്കിൻ്റെ എക്സാം വരും അല്ലേ. അപ്പോൾ നമ്മൾ ഇപ്പോഴേ തന്നെ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമുക്ക് ഗ്രാമീൺ ബാങ്കിൻ്റെ ഓഫീസറായിട്ടോ ഓഫീസ് അസിസ്റ്റൻ്റ് ആയിട്ടോ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ എല്ലാവരും നല്ലപോലെ കഷ്ടപ്പെടുക, പഠിക്കുക. ഉടനെ തന്നെ എല്ലാവർക്കും, ഈ കഷ്ടപ്പെട്ട് പഠിക്കുന്ന എല്ലാവർക്കും എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.